തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കുത്തിവയ്പ് എടുത്തതിനെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു. കാട്ടാക്കട സ്വദേശി കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത്. യുവതിയെ ചികിത്സിച്ച ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം നെയ്യാറ്റിൻകരയിൽ നിന്ന് കുത്തിവയ്പ് എടുത്തതാണ് കൃഷ്ണയുടെ അവസ്ഥ ഗുരുതരമായതെന്ന് കൃഷ്ണയുടെ സഹോദരൻ ആരോപിച്ചു. ആളില്ലാതിരുന്ന സമയത്താണ് ഡോക്ടർ കുത്തിവയ്പ് നൽകിയത്. ഡോക്ടർ കുത്തിവയ്പ് നൽകിയെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് കയ്യിലുണ്ടെന്നും കൃഷ്ണയുടെ ഭർത്താവ് ശരത് പറഞ്ഞു. ഇതിപ്പോ എന്താ പറയാ, ഇതാ അത്രയ്ക്ക് ക്രിട്ടിക്കലാണ്. നിങ്ങൾ അവിടെ തന്നിക്കുന്ന എന്താണ് വന്നപ്പോഴേ ബി പി ഉണ്ടായിരുന്ന ഇത് എല്ലാം ഉണ്ടായിരുന്ന നോർമൽ പെട്ടെന്ന് ശ്വാസം മുട്ടലെന്ന് വെച്ചാൽ എന്തെങ്കിലും മരുന്നിന് അലർജി ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത്. അലർജി ഉണ്ട് നോക്കിയിട്ടുണ്ടല്ലോ. അലർജി ഉണ്ട് നോക്കിയിട്ട് നമ്മൾ ഈ ഡ്രിപ്പ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ. അലർജി ട്രിപ്പ് ഇഞ്ചക്ട് ചെയ്ത് ട്രിപ്പിട്ട് പോയി കഴിഞ്ഞ് അലർജിയിലെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങള്. അലർജി മരുന്ന് എല്ലാം കൊടുത്തു. നമ്മള് അലർജി ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന മരുന്ന് എല്ലാം കൊടുത്തു. അഡ്രാനും കൊടുത്തു, അട്രോപ്പിൻ കൊടുത്തു, എഫ്കോളും കൊടുത്തു, എല്ലാം കൊടുത്തു. നമ്മൾ കൊടുക്കാവുന്ന എല്ലാ മരുന്നും ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടാണോ കൊടുക്കുന്നത്? അത് അതിന് അലർജി ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കത്തുള്ളൂ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇഞ്ചക്ട് ചെയ്യുമ്പോ എന്തായാലും അലർജിയുടെ നോക്കണ്ടേ. ഞങ്ങള് മലയങ്കിടുന്ന് തന്ന ആ ബുക്കില് അലർജിയുടെ ഡോക്ടറിനെ കാണിച്ചതാണ്. ഡോക്ടർ അതൊന്നും ശ്രദ്ധിക്കാതെ വരുന്ന ചുമ്മാ എഴുതി വിടുന്നത് അല്ലാതെ ഒരു ഇതുമില്ല. എന്തായാലും ഇനിയൊന്നും പറയല്ല. ഡോക്ടറിനോട് ഇത്രയും പറയണമായിരുന്നു. അതുകൊണ്ട് വിളിച്ചത്. എന്തായാലും മീഡിയക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ സ്റ്റേഷനിലോട്ട് വെക്കൊണ്ടിരിക്കുക. അല്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം, കുഴപ്പമില്ല. നമ്മൾ ചെയ്യാറുള്ള ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവൾക്ക് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുറത്ത് പോയ സമയത്ത് നിങ്ങൾ എന്തോ ചെയ്തതാണ്. നിങ്ങൾ അപ്പോഴും ചോദിച്ചപ്പോഴും ഈ സംഭവം കണ്ട് ഇവിടെ ഈ ദൃക്സാക്ഷിയായിട്ട് ഒരാൾ 17-ാം വാർഡിലോ 14-ാം വാർഡിലോ ഉണ്ട്. അയാൾ ഇന്നലെ രാത്രിയും കൂടി വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ അയാൾ എവിടെ വേണം എന്ന് പറയാം, എന്ത് വേണം, ഈ കണ്ട സംഭവങ്ങൾ അയാളെ സഹോദരി വന്ന് പറയാമെന്നും പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയും കൂടി വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സജിനെ കാണിച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അഡ്മിറ്റ് ആകൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്ന് നോക്കാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7 ട്രിപ്പും കൊണ്ടിട്ട് ഒരു ചുമന്ന ബോട്ടിൽ ഒരു മരുന്നും കൊണ്ടുവന്നു. ഈ ട്രിപ്പും ഒരു ഇഞ്ചക്ഷനും കൊടുത്തോളൂ ഈ കൊച്ചിന്റെ ശരീരം മുഴുവനും പറയുന്നത്. പക്ഷേ ചുവന്ന ബോട്ടിലെ ട്രിപ്പെന്ന് അടുത്ത് ഈ കണ്ടോണ്ടിരിക്കുന്നവർ പറയുന്നത് അതിപ്പം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ശരീരം മൊത്തവും നീല കളറും കറുത്ത കളറുമായി, വേറെ അനക്കമൊന്നുമില്ലായി. അവിടെ നിന്ന് തന്നെ നമ്മളുടെ ഇദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു. ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് ജനം ഏകദേശം ഡോക്ടേഴ്സ് 10-20 ഡോക്ടേഴ്സും നഴ്സുമാരെല്ലാം കൂടി കിടക്കണം. ഇപ്പോൾ ആ വാർഡിൽ കിടന്ന ആൾക്കാരെല്ലാം കൂടെ കൂടി നിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഒരു ആംബുലൻസ് ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടെ 91% അതിൻ്റെ പ്രവർത്തനമില്ല എന്നാണ് ഇവിടെ. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കുത്തിവയ്പ് എടുത്തതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ യുവതി മരിച്ചിരിക്കുകയാണ്. ഡോക്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ. ഈ കഴിഞ്ഞ 15-ാം തീയതിയാണ് ഈ കൃഷ്ണ തങ്കപ്പനെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കയറ്റുന്നത്. കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ടായിരുന്നു യുവതി ചികിത്സ തേടുന്നത്. ഈ സമയത്താണ് ഇത്തരത്തിൽ ബന്ധുക്കളുടെ ആരോപണം ശരിയെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതും ഈ ഇഞ്ചക്ഷൻ ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കി അത് ഈ കൃഷ്ണയുടെ അവസ്ഥ ഗുരുതരമാക്കി മാറ്റുന്നുള്ളതും. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷനുകളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ ഡോക്ടർ പറഞ്ഞതെന്നാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവർ ആ രീതിയിൽ പിന്നീട് ഡോക്ടർ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതെല്ലാം അവർ തെളിയിക്കാനായി അവർ പുറത്തുവിട്ടൊരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ അല്പം മുൻപ് കേട്ടത്. എന്തായാലും ഇങ്ങനെ ഈ നെയ്യാറ്റിൻകരയിൽ ഈ രീതിയിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു, തുടർന്ന് രോഗം അല്ലെങ്കിൽ അവസ്ഥ വഷളാകുന്നു. പിന്നീട് കൃഷ്ണയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ 6 ദിവസത്തോളം ചികിത്സയിൽ തുടരുന്നു. അങ്ങനെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെയോടെ അന്ത്യം സംഭവിക്കുന്നത്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ എന്തുകൊണ്ടാണ് കൃഷ്ണയുടെ ഒരു അവസ്ഥ ഇത്രത്തോളം ഗുരുതരമായത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ മരണം സംഭവിച്ചതിനുള്ള കാരണങ്ങളുമെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും നമുക്ക് വ്യക്തമാകുക. എന്തായാലും വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഈ കുടുംബം ഉയർത്തുന്നത് എന്നുള്ളത്. കാരണം മറ്റാരും അടുത്തില്ലായിരുന്ന സമയത്ത് ഒരു അലർജിക് പരിശോധന പോലും നടത്താതെയാണ് ഈ രീതിയിൽ ഈ ഇഞ്ചക്ഷൻ എടുത്തത്. എന്ത് ഇഞ്ചക്ഷനാണ് എടുത്തതെന്ന് അറിയില്ല. ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് അതുവരെ ആശുപത്രിയിലേക്ക് നടന്നു പോയ കൃഷ്ണ, മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരുന്ന കൃഷ്ണ വളരെ പെട്ടെന്ന്
ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്ന ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഈ ഡോക്ടർക്കെതിരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഇഞ്ചക്ഷൻ മാറിവെച്ചു എന്നുള്ള രീതിയിലുള്ള പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ കൃഷ്ണയുടെ മരണത്തിൽ ഇത്തരം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടത്, ഓഡിയോ ക്ലിപ്പിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിനെ പറ്റി ആ ഡോക്ടറുടെ ശബ്ദ സന്ദേശമാണ് എന്നുള്ളതാണ് കൃഷ്ണയുടെ ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ ആ ഡോക്ടറും വ്യക്തമാക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ എടുത്തതിനെ പറ്റി, എന്ത് ഇഞ്ചക്ഷനാണ് എടുത്തത് എന്നുള്ളത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻ കൃഷ്ണയ്ക്ക് ഉണ്ടാക്കിയോ, അത് കൃഷ്ണയുടെ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ ഗുരുതരമാക്കുന്നതിലേക്ക് പോയോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു വ്യക്തത വരുത്തേണ്ടത് ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, രണ്ട് അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിച്ച് മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നു. എന്തായാലും കുടുംബം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ ആരോപണങ്ങൾക്കൊടുവിൽ ഈ 15-ാം തീയതി ഈ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് 6 ദിവസം ചികിത്സ ചെയ്തിട്ട് കൃഷ്ണയുടെ മരണം ഇന്ന് പുലർച്ചെയോടെ സംഭവിച്ചു. ശരി പ്രജിത്ത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കുത്തിവയ്പ്പെടുത്തതിനെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു. കാട്ടാക്കട സ്വദേശി കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത്. യുവതിയെ ചികിത്സിച്ച ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.